പെരുന്നാൾ ദിനമാണ് ഇന്ന്. ഈ പെരുന്നാൾ ദിനത്തിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് തിരക്കാണ്. ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും KK ശൈലജയും CPM സംസ്ഥാന സമിതി അംഗം PK സൈനുബയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തും. ഷിനോജ് എസ്റ്റിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷിനോജ്, ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രചാരണം തകൃതിയായി തന്നെ നടക്കുന്നു, മറുഭാഗത്ത് അതോടൊപ്പം പെരുന്നാൾ ആഘോഷവും. ആര്യ, തീർച്ചയായും നിലമ്പൂരുകാർക്ക് ഇത്തവണ ഈ ഇലക്ഷൻ്റെ ചൂടിനിടയിലാണ് ഇത്ര പെരുന്നാൾ എത്തിയിരിക്കുന്നത്. അവിടെ ഇലക്ഷൻ്റെ മുറിമുറുപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെരുന്നാൾ ആഘോഷമാക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CPM സംസ്ഥാന സമിതി അംഗം PK സൈനുബയുടെ വീട്ടിലാണ്. അല്പസമയം മുൻപാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഇവിടെ വന്ന് ബിരിയാണി കഴിച്ച് മടങ്ങിയത്. KK ശൈലജ ടീച്ചർ കൂടി ഇവിടെ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഇത്തവണത്തെ പെരുന്നാൾ സ്പെഷ്യലാണ്. ബിരിയാണി കഴിച്ചോ ടീച്ചർ? ബിരിയാണി കഴിച്ചു. നമ്മൾ രണ്ട് കാര്യം കൊണ്ട്, ഒന്ന് സ്വരാജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടാവാറില്ല, ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായി. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൈനബയുടെയും ബഷീറിൻ്റെയും വീട്ടിൽ വീണ്ടും വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സൈനബി ഞാനും മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങൾ എത്രയോ കാലമായി ഒരുമിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തന രംഗത്തുണ്ട്. ബഷീർ ചുങ്കത്തറ നിങ്ങൾക്കെല്ലാം അറിയുന്ന നല്ല സാഹിത്യകാരനാണ്, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ രണ്ടാമതും വരാൻ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് കാരണമായി. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. MLA കുറച്ച് പേരുണ്ട്. യുവാക്കളോട് പറയായിരുന്നു ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞാനും കൂടി കുറച്ച് യുവത്വത്തിലേക്ക് പോകട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ബിരിയാണി അല്ല, ഗംഭീര ഭക്ഷണം കഴിച്ചു. ഏതായാലും ഇലക്ഷൻ്റെ ആവേശത്തിലാണ്, അതിനിടയിലാണ് പെരുന്നാൾ. ഏതായാലും നമ്മളെല്ലാം ഒന്ന് ഒത്തുകൂടി സന്തോഷം പങ്കുവെച്ചു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറവാണല്ലോ എല്ലാവരും. ഇപ്പോൾ ഒത്തുകൂടി നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, പെരുന്നാൾ ആഘോഷിച്ചു. അതോടൊപ്പം ഇലക്ഷൻ്റെ ചൂടേറിയ പ്രവർത്തനങ്ങൾ. സ്വരാജിനായുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായും സ്വരാജേട്ടൻ ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്, കേരള നിയമസഭയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 വർഷം തീർച്ചയായും നമുക്കെല്ലാം റോൾ മോഡലാണ്. യുവ MLA നമുക്കെല്ലാം റോൾ മോഡലാണ് സ്വരാജേട്ടൻ. തീർച്ചയായും അദ്ദേഹം കേരള നിയമസഭയിൽ ഉണ്ടാകണം. അത് ഈ നാട് ആഗ്രഹിക്കുന്നു, കേരളം ഒട്ടാകെ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ആ വിജയം ഉണ്ടാവും. ബിരിയാണി എങ്ങനെ? ചിക്കനായിരുന്നോ ബീഫായിരുന്നോ? ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, രണ്ടും കഴിച്ചു. നമുക്ക് എല്ലാം കഴിക്കാമല്ലോ, ചിലർക്കെല്ലാം കഴിക്കാത്തതുണ്ട്. ഓ, നന്നായി കഴിച്ചു. പെരുന്നാൾ ഗംഭീരാക്കി. ഇലക്ഷന്റെ ചൂട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സ്വരാജേട്ടനെ വിജയിപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ നാട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പെരുന്നാളും ആ രൂപത്തിൽ തന്നെ കളറാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ബിരിയാണി കഴിച്ചു. മൊത്തത്തിൽ ബിരിയാണിയാണോ? മൊത്തത്തിലൊരു ബിരിയാണി മയമാണ് ഇവിടെ. അതെ അതെ അതെ, നല്ലത്. പെരുന്നാളിൻ്റെ ആഘോഷം, എല്ലാവരും സ്നേഹമായിട്ടിരിക്കുന്നു. നിലമ്പൂരിൽ സ്വരാജനെ സ്നേഹിക്കാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നു. നിലമ്പൂർ സ്വരാജനൊപ്പം ഭയങ്കര ആവശ്യം. എന്തായാലും ആര്യ, അത് തന്നെയാണ് ഒരു ഗെറ്റ് ടുഗദറിന്റെ ഫീലാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു വാശിയൊക്കെ അപ്പുറം നടക്കുന്നുണ്ട്. ഇവിടെ ആഘോഷത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെയൊക്കെ ബിരിയാണി വിളമ്പുകയാണ്.